ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെൻ്റെ ചെറിയ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നമുക്ക് കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് നോട്ട്ബുക്ക് നോക്കാം. എന്തായാലും ഇത് വാങ്ങണമല്ലോ. ഇത് സ്കൂളിൽ നിന്ന് തരുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ വാങ്ങുന്നത്. 2 ലൈൻ 4 ലൈൻ കോളം ബുക്ക് അതൊക്കെ. പിന്നെ മൂത്ത മോന് വേണ്ടി 2 വലിയ ബുക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, റഫായിട്ട് ഹോംവർക്കൊക്കെ എഴുതാൻ വേണ്ടി മാത്രം. ബാക്കിയെല്ലാം ത്രിവേണി, അതുപോലെ ക്ലാസ്മേറ്റ്സ്, ഈ 2 ബുക്കുകൾ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മളടുത്തുള്ള നീതി സ്റ്റോറിൽ നിന്നാണ് ബുക്ക്, ഇതുപോലെ പെൻസില്, കട്ടർ, റബ്ബർ ഇതൊക്കെ വാങ്ങിയത്, പെന്ന് ഇതൊക്കെ. ഒരുപാട് കളർഫുള്ളായ പെൻസിലൊന്നും അവർക്ക് വാങ്ങിയിട്ടില്ല. കണ്ടില്ലേ, ഇതെല്ലാം ഒരു ബോക്സിലായിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആ പല കളറിലുള്ള ഒരു പെൻസിൽ, അത് റബ്ബറും കൂടെ ചേർന്നതാണ്, ക്യാമലിൻ്റെ പെൻസിലാണ്. അപ്പോൾ അത് നല്ലതാണല്ലോ, എഴുതാനും അവർക്ക് പിടിക്കാനൊക്കെ ഒരു സുഖമുണ്ടല്ലോ. പിന്നെ എപ്പോഴും ചെറിയ ക്രയോൺസ് തന്നെയാണ് എടുക്കുന്നത്, ചെറിയ പാക്കറ്റ്. സ്കൂളിലേക്ക് ചിലപ്പോൾ കൊടുത്തു വിടാൻ പറയും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും യൂസ് ചെയ്യാൻ വലുത് വാങ്ങിയിട്ട് അത് ഒടിഞ്ഞൊടിഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതെല്ലാം പഴയത് കുറേ ഇരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവരിഷ്ടത്തിന് ഓരോരോ പാക്കറ്റ് എടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കെച്ച് പെന്നും വീട്ടിലിരുന്ന് വരയ്ക്കാൻ വേണ്ടിയാണ് എടുത്തത്. ക്രയോൺ ആണ് സ്കൂളിലേക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പെന്നുകളെല്ലാം തന്നെ മോൻ്റെ ആവശ്യത്തിന് വേണ്ടി, മൂത്ത മോൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എടുത്തത് കേട്ടോ. അവൻ 10th പഠിക്കുന്നത്. ബാക്കി 2ഉം പ്രൈമറിയിലാണ്, 1ലും 3ലും. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. പിന്നെ സാധാരണ റബ്ബറുകൾ, കട്ടർ ഇത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കി പഴയതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ പെൻസിൽ ബോക്സിലെല്ലാം തന്നെ കട്ടറുകളുണ്ടല്ലോ. പൊതിയാൻ വേണ്ടി സാധാരണ ബ്രൗൺ പേപ്പറും പിന്നെ സെല്ലോ ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടി കളറുള്ള ഒരു സെല്ലോ ടേപ്പും കൂടി എടുത്തിട്ടുണ്ട്. നോട്ട്ബുക്കും ബാക്കി സ്റ്റേഷനറികളെല്ലാം നമ്മൾ അടുത്തുള്ള നീതി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് ബാഗ് നോക്കാം. ഇത് മോൾക്കെടുത്ത ബാഗാണ്. നല്ല രസമുണ്ട്. പിന്നെ കൂടുതൽ ഇതൊന്നും നോക്കിയില്ല, നമ്മൾ എത്ര കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നൊന്നും നോക്കിയില്ല. മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ പിങ്ക് കളർ അവർക്ക് ഇഷ്ടമാണ്, പ്രിൻസസിനെ ഇഷ്ടമാണ്. അത് രണ്ടും മാത്രം നോക്കി ഇങ്ങനെ എടുത്താണ്. ഈ ബാഗൊക്കെ നമ്മൾ വാങ്ങിയത് പന്തളത്തു നിന്നാണ് കേട്ടോ. പന്തളത്തു നിന്ന് റാക്സോ ബാഗ് ആൻഡ് ഷൂസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 575 പക്ഷെ നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് കേട്ടോ അവിടെ ബാഗും ഷൂസും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലഞ്ച് ബാഗും അവിടെ നിന്ന് തന്നെ എടുത്തത്. പിങ്ക് കളർ തന്നെയാണ് മോളെടുത്തത്, പ്രിൻസസ് തന്നെയായിരുന്നു. ഇതൊക്കെ അവളുടെ ഇഷ്ടത്തിന് തന്നെ എടുത്തതാണ്. ഇതിൻ്റെ MRP കിടക്കുന്നത് 275. അപ്പോൾ ഇതിനെല്ലാം നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് തന്നത്. ഞാൻ വിചാരിച്ച അത്രയും വില ആയില്ലായിരുന്നു കേട്ടോ, എല്ലാം കൂടെ കൂട്ടിയപ്പോൾ. അപ്പോൾ ഓരോന്നിനും വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതാ നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, ഇത് യൂണിക്കോണിൻ്റെ ഡിസൈൻ തന്നെ. അവർ ആദ്യം ഒരു സെറ്റായിരുന്നു തന്നത് കേട്ടോ. യൂണിക്കോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചോദിച്ചു. അങ്ങനെ ബാഗിൻ്റെ ഒക്കെ കൂടെ ഫ്രീ ആയിട്ടാണ് ഈ നെയിം സ്ലിപ്പ്. അതുകൊണ്ട് തന്നെ വേറെ നെയിം സ്ലിപ്പ് ഒന്നും വാങ്ങേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഷൂവും ഷോക്സും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. VPR എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇതെങ്ങനെയുണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം ഒരുപാട് മൂവ് ചെയ്ത ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഷൂ തന്നത്. ബാറ്റയുടെയാണ് നമ്മൾ ആദ്യം ചോദിച്ചത്, പക്ഷെ അതിനേക്കാൾ വെയിറ്റ് കുറവുണ്ട് ഇതിന്. അപ്പം ഇനി യൂസ് ചെയ്ത് നോക്കണം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇത് മോന് വാങ്ങിച്ച ബാഗാണ് കേട്ടോ. അവൻ പിന്നെ കളറൊന്നും അങ്ങനെ നോക്കിയില്ല. അച്ഛൻ എന്താണോ നല്ലതെന്ന് പറയുന്നത് അതങ്ങ് എടുക്കുകയാണ് ചെയ്തത്. ഈ ബാഗ് കണ്ടിട്ടാണ് പോയി ബാഗ് വാങ്ങാമെന്ന് പറഞ്ഞ ആ സെക്ഷനിലേക്ക് പോയത് തന്നെ. നല്ല രസമുണ്ട് ഇത് കാണാൻ. കുറച്ച് വലിയ കുട്ടികൾക്ക് വലുതാവുന്നത് വരെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 800 സംതിങ് ആണ്. 800-ന് മേലെയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിനെല്ലാം ഡിസ്കൗണ്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്തത് മോൻ്റെ ലഞ്ച് ബാഗാണ്. അത് പിന്നെ സ്പൈഡർമാൻ ആണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ അത് പിടിച്ചിരുന്നു. പിന്നെ വേറൊന്നും നമ്മൾ നോക്കേണ്ടി വന്നില്ല. അതൊരു 245 റേഞ്ചാണ്. പിന്നെ മോനും എടുത്ത ഷൂസും അതേ കമ്പനി തന്നെയാണ്. ഒരേ ഷൂസ് തന്നെയാണ് 2 പേർക്കും. 2 ജോഡി സോക്സും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ ഷൂസിൻ്റെ വില 439 കേട്ടോ. പിന്നെ അതിന് 6 മാസത്തെ വാറണ്ടിയും കൂടി ഉണ്ട്. പിന്നെ ഇതാണ് മോന് കിട്ടിയ നെയിം സ്ലിപ്പ്. അത് ബോയ്സിനും ഗേൾസിനും 2 ടൈപ്പ് അവർ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഓരോ ബുക്കിൻ്റെ ഒക്കെ മുകളിൽ ഞാനിങ്ങനെ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടാണ് കൊടുത്തു വിടാറുള്ളത്. പിന്നെ ഇതാണ് മോളെടുത്ത ബോക്സ്. യൂണിക്കോണിൻ്റെ ഡിസൈനാണ് ബോക്സ് എടുത്തത്. അതിൻ്റെ ഉള്ളിൽ പെൻസിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ കട്ടറൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. എത്ര നാളിത് നിൽക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ഇതാ മോൻ എടുത്തതാണ് ഒരു പോലീസ് ബോക്സ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാവേ. ഇത് സൈഡിൽ ഇങ്ങനെ കൊളുത്തൊന്നുമില്ല. 2 വരും, അടപ്പും താഴത്തെ ഭാഗവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്കെയിലും ഉണ്ട്, 2 പെൻസിലും ഉണ്ട്, റബ്ബറുണ്ട്, കട്ടറുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ടേബിളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതൊരു പ്ലാസ്റ്റിക് പോലൊരു സംഭവം കൂടെ അതിൻ്റെ അകത്തുണ്ട്. അത് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുകയും വെക്കുകയും ചെയ്യുന്നതാ. അത് കാണുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ സൈഡ് ചളുങ്ങിയാൽ ഇത് ശരിക്കും അടയത്തില്ല. കാരണം ഇതിന് ആദ്യം മോനെയൊക്കെ KGയിൽ ചേർത്ത സമയത്തൊക്കെ ഇതിൻ്റെ ഡബിൾ ഡക്കർ ബസ് കിട്ടും. ബസ്സിൻ്റെ ഡിസൈനൊക്കെ ഉള്ള വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൂടെ വെറുതെ ബസ് ഇട്ട് കളിക്കുകയാണ്. അങ്ങനെ അത് ചളുങ്ങി അടയാതെ വന്നിട്ട് പിന്നെ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുക ചെയ്തത്. പിന്നെ 2 പേർക്കും ഓരോ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അകത്ത് സ്റ്റീലുള്ള ബോട്ടിലാണ്, സ്റ്റീലിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് റേഞ്ച് വരുന്നത് ഒരെണ്ണത്തിന് 449, ഒരെണ്ണത്തിന് 399 ആണ് MRP.
ഇനിയിപ്പോൾ ഇതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള മെയിൻ ഐറ്റം ലഞ്ച് ബോക്സ്. ഇതില്ലാതെ വിടാൻ പറ്റില്ലല്ലോ. ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പോയപ്പോൾ വാങ്ങിയതല്ല കേട്ടോ, ആ കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല. ഇത് തിരുവനന്തപുരത്ത് അമ്മ വീട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. മേളിൽ അടപ്പുള്ള, നേരത്തെ ഇതിൻ്റെ വേറൊരു ടൈപ്പായിരുന്നു, ഇത്തവണ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ഇവർ ക്ലാസ്സിൽ തന്നെ എല്ലാവരും ഒരുപോലെ കൊണ്ടുവരുന്നതുകൊണ്ട് അടപ്പൊക്കെ മാറിപ്പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ ലഞ്ച് ബോക്സ് പൊതിയാനുള്ള ടവലും അല്ലാതെ കൈ കൊടുത്തു വിടാനുള്ള ചെറിയ ടവലും വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ആയിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയത്. അത് എത്ര തവണ നമ്മൾ കഴുകി ഉപയോഗിച്ചാലും പ്രശ്നമൊന്നും വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ തന്നെ വാങ്ങിച്ചത്. പിന്നെ മോക്ക് വേണ്ടി ഇതാ സ്ലൈഡ്, ബ്ലാക്ക് കളറിലുള്ള ബാൻഡുകൾ, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ ഇവരുടെ സ്കൂളിൽ വേണം. KG-യിലാകുമ്പോൾ പിന്നെ അത്രയും പ്രശ്നമില്ല. ഇനി 1ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയുമല്ലോ. പിന്നെ ഷൂ പോളിഷും മറക്കാതെ വാങ്ങണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറിയ മക്കൾക്ക് വേണ്ടി എടുത്തത്. പിന്നെ ഇത് മൂത്ത മോന് വേണ്ടി എടുത്തതാണ് ഈ പൗച്ച്. ബോക്സൊക്കെ അവന് നേരത്തെ തന്നെ വാങ്ങി, ഏപ്രിലിൽ തന്നെ വാങ്ങും, അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട്. പിന്നെ ഈ പൗച്ച്, ഈ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പ്, പിന്നെ ഒരു ബോട്ടിൽ, ഒരു കുട, ഇത്രയും മാത്രം ഇത്തവണ ഇവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിയ കൂട്ടത്തിലൊന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഒരു ഗ്രീൻ കളറിലെ ആ ഇമോജിയുടെ ആ പൗച്ച് മോൾ എടുത്തതാണ് കേട്ടോ, എക്സ്ട്രാ. ഇതൊക്കെ വെറുതെ അവർ എടുത്തതാണ് രസത്തിന് വേണ്ടി. പിന്നെ സ്നാക്സ് ബോക്സും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല കേട്ടോ, കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട് മോക്ക് വേണ്ടി. മോന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ മുറ്റത്ത് വന്ന് തന്നെയാണ് കേട്ടോ ഓട്ടോയിൽ കയറുന്നത്, വേറെ എങ്ങോട്ടും പോയി നിൽക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ കുടയോ റെയിൻകോട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളെ ഇവർക്ക് ഇത്തവണ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പഴയതൊക്കെ ഉള്ള ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അത് പോയി കഴിഞ്ഞാൽ പഴയത് കഴുകിയൊക്കെ കൊടുത്തു വിടേണ്ടി വരുമല്ലോ. പിന്നെ A4 പേപ്പർ പോലെയൊക്കെ ഒരു ബണ്ടിലായിട്ടൊക്കെ ആദ്യമേ വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ്. നമ്മളിവിടെ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നുള്ളത് കൊണ്ടാണ് അതൊന്നും വാങ്ങാത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്